നമസ്കാരം. നാറ്റോയെ പച്ചയ്ക്ക് കത്തിച്ച് ട്രംപ്, ഇറാനെ പ്രകോപിപ്പിച്ച് അമേരിക്ക. ഹോർമൂസൊക്കെ തുറന്നു. ഹോർമൂസ് തുറന്നതിന് പിന്നാലെ സഖ്യകക്ഷികൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് US പ്രസിഡന്റ് രംഗത്ത്. നാറ്റോ എന്ന് പറയപ്പെടുന്നതൊരു ഉപയോഗശൂന്യമായിട്ടുള്ള സംഘടനയാണ് എന്നും കടലിടുക്കിലെ സുരക്ഷാ കാര്യങ്ങളിൽ സഹായിക്കാമെന്ന നാറ്റോ സഖ്യത്തിന്റെ വാഗ്ദാനത്തെ അടക്കം പുച്ഛിച്ചു തള്ളുകയാണ് ട്രംപ്. നാറ്റോയെ പച്ചയ്ക്ക് കത്തിക്കണമെന്നാണ് ട്രംപിന്റെ വാദം. ഞങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നാണ് ട്രംപ് നാറ്റോ നേതൃത്വത്തിന് നൽകിയ മറുപടി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ട്രംപ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളൊക്കെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നാറ്റോ അടക്കമുള്ളവരുടെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അമേരിക്ക എപ്പോഴാണ് നാറ്റോയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ? നാറ്റോയിലെ സഖ്യകക്ഷികൾ പലരും ട്രംപിന്റെ ഈ പ്രവർത്തനത്തെ എതിർത്തവരാണ്, യുദ്ധം അനാവശ്യമായിരുന്നു എന്ന് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? ട്രംപിന് നാറ്റോ എന്ന് പറയപ്പെടുന്ന സഖ്യം കത്തിച്ചു കളയേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇസ്രായേലും ലെബനനും തമ്മിൽ ഒരു 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരഗാച്ചി പ്രഖ്യാപിച്ചത്. ഒരു മാസത്തോളമായി അടഞ്ഞുകിടന്ന ഈ തന്ത്രപ്രധാന പാത തുറന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില മിനിറ്റുകൾക്കുള്ളിൽ 10% ഇടിഞ്ഞ് ബാരലിന് $82 ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഒരു പാതയാണ് ഈ പറയുന്ന ഹോർമൂസ്. കടലിടുക്ക് തുറന്നുവെങ്കിലും ഇറാന്റെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോൾ ഇറാനെതിരെ കോപ്പ് കൂട്ടുന്നുണ്ട് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അമേരിക്കയെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു. അപ്പോൾ ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ 100% പൂർത്തിയാകുന്നത് വരെ ഈ നാവിക ഉപരോധം അടക്കമുള്ളവ നിലനിൽക്കുമെന്ന് പറയപ്പെടുന്ന ട്രംപ് ഇറാൻ കടലിടുക്കിനെ ഹോർമൂസ് എന്ന് വിളിക്കുമ്പോൾ ട്രംപ് തന്റെ പോസ്റ്റുകളിൽ ഇതിനെ ഇറാൻ കടലിടുക്കെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇറാനെതിരെ ശക്തമായിട്ടുള്ള താക്കീതുകൾ പലതരത്തിൽ അദ്ദേഹം നൽകുന്നുണ്ട്. തന്റെ ഉപരോധ നീക്കങ്ങളെ നേരത്തെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ച നാറ്റോയോടുള്ള കടുത്ത അമർഷമാണ് ട്രംപിന്റെ വാക്കുകളിൽ പലപ്പോഴും പ്രതിഫലിച്ചു കാണുന്നത് എന്നുള്ളതാണ്. കടലിടുക്കിലെ സാഹചര്യം ശാന്തമായപ്പോൾ സഹായം വാഗ്ദാനം ചെയ്ത് നാറ്റോ തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ അവരുടെ കപ്പലുകളിൽ എണ്ണ നിറയ്ക്കുവാനാണ് അവർ താല്പര്യപ്പെടുന്നതെന്നും ട്രംപ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ പരിഹാസം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഈ തർക്കം അമേരിക്ക നാറ്റോയിൽ നിന്ന് പിന്മാറുവാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുന്നു. മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന $20 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടുനൽകുന്നതിന് പകരമായിട്ട് ഇറാൻ ഇവരുടെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം ശേഖരം കൈമാറണമെന്ന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് കൈവയ്ക്കുന്നു. എന്നാൽ പണം കൈമാറില്ല എന്നും യുറേനിയം കൈക്കലാക്കുമെന്നും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്രായേൽ ഇനി ലെബനനിൽ ബോംബിടില്ല എന്ന് ട്രംപ് ഉറപ്പ് നൽകുമ്പോഴും ഇനി മതിയാക്കാം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ട്രംപ് കുറിച്ചു വെക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സാഹചര്യം അമേരിക്ക നേരിട്ട് കൈകാര്യം ചെയ്യുമെന്നും ഇസ്ലാമാബാദിൽ 2ാം വട്ട ചർച്ചകൾ നടക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ ആ ചർച്ചകളിൽ ഏപ്രിൽ 21 വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമെങ്കിലും ചർച്ചകളിൽ പുരോഗതി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നീട്ടാൻ ട്രംപ് തയ്യാറേക്കും. ഇറാന്റെ പക്കലുള്ള 450 കിലോ യുറേനിയം ശേഖരം എന്ന് പറയപ്പെടുന്നത് സുരക്ഷിതമാക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതേസമയം യുറേനിയം കൈമാറാൻ തയ്യാറാണ് എന്ന ട്രംപിന്റെ അവകാശവാദം ഇറാൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. കടലിടുക്കിലൂടെ പോകുന്ന വിദേശ കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്തണമെന്ന കടുത്ത ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇത് ചർച്ചകളെ സങ്കീർണമാക്കിയേക്കും. കടലിടുക്ക് തുറന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് എങ്കിലും മാസങ്ങളായി ഇന്ധനവില കുതിച്ചുയർന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ കുതിച്ചുയർന്നത് മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്ന് പറയപ്പെടുന്നത് ഇതോടുകൂടി അറുതിയാകുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ എണ്ണവിലയിലെ ഇടിവ് വികസ്വര രാജ്യങ്ങൾക്കും വലിയ വലിയ ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ നാറ്റോ എന്ന് പറയപ്പെടുന്ന സഖ്യരാജ്യത്തെ കത്തിച്ചു കളയുക, പച്ചയ്ക്ക് കത്തിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുന്നു. ഇറാനെ പ്രകോപിപ്പിക്കുന്നത് മുഴുവൻ അമേരിക്കയാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇറാനെതിരെ അടിക്കാൻ കിട്ടുന്ന ഏതൊരവസരവും വളരെ കൃത്യമായി അമേരിക്ക ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇറാൻ അടങ്ങിയിരിക്കില്ല. ഇറാനെ പ്രകോപിപ്പിക്കുന്ന അമേരിക്കയെ കത്തിക്കുക തന്നെ ചെയ്യും.